പച്ചക്കറി വാങ്ങി കുടുംബ ബജറ്റ് ഒപ്പിക്കാമെന്ന് കരുതിയാൽ അത് നടക്കില്ല. ഇത്തിരി മീനോ ഇറച്ചിയോ വാങ്ങാമെന്ന് വെച്ചാൽ അതിനും നൽകണം വൻതുക. ചുരുക്കത്തിൽ അടുക്കളയിൽ തീ പുകച്ചില്ലെങ്കിൽ പട്ടിണിയിലുമാവും, തീ പുകച്ചാൽ പോക്കറ്റും കീറും. ട്രോളിംഗ് നിരോധനം, കോഴിത്തീറ്റ വില വർധനവ്, അയൽ സംസ്ഥാനങ്ങളിലെ കനത്ത മഴയും കാലാവസ്ഥാ വ്യതിയാനവും, ചരക്ക് കൂലിയിലുണ്ടായ വർധനവ് എന്നിവ ഒരേ സമയം വിപണിയെ ബാധിച്ചതോടെ അരി, മീൻ, ഇറച്ചി, മുട്ട, പച്ചക്കറി തുടങ്ങി എല്ലാ അവശ്യ സാധനങ്ങൾക്കും വില കുത്തനെ ഉയർന്നു കഴിഞ്ഞു. വരാനിരിക്കുന്ന ഓണക്കാലം കുടുംബങ്ങളുടെയും ഹോട്ടൽ മേഖലകളുടെയും ഉറക്കം കെടുത്തുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. മലയാളിയുടെ പ്രധാന ആഹാരമായ അരിവിലയിലെ വർധനവാണ് ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടെ അരിവിലയിൽ കിലോയ്ക്ക് 6 മുതൽ 8 രൂപ വരെയാണ് കൂടിയത്. ആന്ധ്ര, കർണാടക, തമിഴ്നാട്, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മൺസൂൺ വൈകുന്നതും മഴക്കുറവ് മൂലം കൃഷി ഇറക്കാൻ കർഷകർ മടിക്കുന്നതുമാണ് ഉൽപാദനത്തെ ബാധിച്ചത്. വരും ആഴ്ചകളിൽ നെല്ലുൽപാദനം കൂടുതൽ താഴേക്ക് പോയാൽ ഓണത്തോടനുബന്ധിച്ച് അരിവില കിലോയ്ക്ക് ഇനിയും ഉയരുമെന്നാണ് റൈസ് മിൽ ഉടമകളും വ്യാപാരികളും നൽകുന്ന മുന്നറിയിപ്പ്. അരിക്ക് പുറമെ പച്ചമീൻ ലഭ്യത കുറഞ്ഞതും വിപണിയിൽ വൻ വിലക്കയറ്റത്തിന് വഴിവെച്ചിട്ടുണ്ട്. കടലിൽ ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്നതോടെ സാധാരണക്കാർ ഏറ്റവും കൂടുതലായി ആശ്രയിക്കുന്ന മത്തിക്ക് 200 രൂപ കടന്ന് 260-ഉം, അയലയ്ക്ക് 340-ഉം, കിളിമീനിന് 380 രൂപ വരെയുമാണ് വില കൂടിയത്. കേര, ഓലക്കുടി എന്നിവയുടെ വിലയും 500 കടന്നു. വിലക്കയറ്റം കാരണം ഉപഭോക്താക്കൾ പിൻവാങ്ങിയതോടെ ചെറുകിട കച്ചവടക്കാരുടെ വരുമാനത്തിലും വലിയ ഇടിവാണ് സംഭവിച്ചത്. മീൻവില ഉയർന്നതോടെ കോഴിയിറച്ചി ആശ്രയിക്കാമെന്ന് വെച്ചാൽ അവിടെയും ആശ്വാസമില്ല. ബ്രോയിലർ കോഴിവില കിലോയ്ക്ക് 180 രൂപ വരെ ഉയർന്നു നിൽക്കുകയാണ്. 50 കിലോയുടെ കോഴിത്തീറ്റ ചാക്കിന് 1350 രൂപയിൽ നിന്ന് 1850 രൂപയായി ഉയർന്നതാണ് ഫാം ഉടമകളെ പ്രതിസന്ധിയിലാക്കിയത്. ഇതിനൊപ്പം തമിഴ്നാട്ടിൽ ഉൽപാദനം കുറഞ്ഞതോടെ സാധാരണ മുട്ടയുടെ വില 6 രൂപയിൽ നിന്ന് 8-ഉം 9-ഉം രൂപയായി കുതിച്ചുയർന്നു. മറുവശത്ത് പച്ചക്കറി വിപണി നോക്കിയാൽ കഴിഞ്ഞ 2 മാസത്തിനിടെ 15 മുതൽ 30% വരെയാണ് വില കൂടിയത്. ചേമ്പിന് കിലോയ്ക്ക് 100 രൂപയും, ബീൻസിന് 105 രൂപയും, തക്കാളിക്ക് 48 രൂപയുമാണ് നിലവിലെ നിരക്ക്. തമിഴ്നാട്, കർണാടക കാർഷിക മേഖലകളിൽ വിളവെടുപ്പ് സമയത്തുണ്ടായ കനത്ത മഴ കൃഷിനാശത്തിനിടയാക്കിയതാണ് കേരളത്തിലേക്കുള്ള പച്ചക്കറി വരവ് കുറച്ചത്. മുല്ലപ്പെരിയാർ മേഖലയിലെ ജലലഭ്യത കുറഞ്ഞതും തമിഴ്നാട്ടിലെ പച്ചക്കറി ഉൽപാദനത്തെ ബാധിച്ചു. ഇതിനു പുറമെ കേരളത്തിലെ പ്രധാന ശീതകാല പച്ചക്കറി കേന്ദ്രമായ ഇടുക്കി വട്ടവടയിലും ഇത്തവണ മഴക്കുറവും ചൂടും കാരണം കൃഷി പൂർണ്ണമായി മങ്ങി നിൽക്കുകയാണ്. ഉത്സവകാലം അടുത്തെത്തി നിൽക്കെ ഇത്തരത്തിൽ അനിയന്ത്രിതമായി വില ഉയരുന്നത് സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ തീർത്തും തകിടം മറിക്കും. സപ്ലൈകോയും പൊതുവിതരണ സംവിധാനങ്ങളും വഴി വിപണിയിൽ ഫലപ്രദമായ ഇടപെടൽ നടത്തണമെന്നാണ് പൊതുസമൂഹത്തിന്റെ ആവശ്യം. ഓണച്ചന്തകൾ സജീവമാക്കാനും ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താനും സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇത്തവണത്തെ ഓണം ശരാശരി മലയാളിക്ക് കടുത്ത പരീക്ഷണമായി മാറും.